പോയത് മീൻ പിടിക്കാൻ, വലയിൽ കുടുങ്ങിയതാകട്ടെ തേങ്ങ. ഒന്നും രണ്ടുമല്ല, 1000-ലധികം തേങ്ങകളാണ് വലയിൽ കുടുങ്ങിയത്. ഇത് കണ്ണൂർ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളുടെ വലയിലാണ് കുടുങ്ങിയത്. പിന്നീട് അവർ തേങ്ങയുമായി, മത്സ്യം കിട്ടാതെ വന്നപ്പോൾ തേങ്ങയുമായി തിരികെ വന്നു. അവർക്ക് മത്സ്യം കിട്ടിയില്ലെങ്കിലും തേങ്ങയെങ്കിലും കിട്ടി എന്നൊരു ആശ്വാസമുണ്ട്. നമുക്ക് ആ ബോട്ടിലുണ്ടായിരുന്ന ചേട്ടൻ നമുക്കൊപ്പം ചേരും. ചേട്ടാ, ഇത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? ശരിക്കും നമ്മൾ മത്സ്യത്തിനെ പരുതിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ എപ്പോൾ നോക്കിക്കൊണ്ടല്ലേ പോവാം. അങ്ങനെ നോക്കി കുറച്ച് സമയം നോക്കി മത്സ്യം കാണാത്തതുകൊണ്ട് കണ്ണൂർ ഭാഗത്തേക്ക് നീങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരുന്നു, കറുപ്പ് കളറായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പോൾ അതിൻ്റെ അത് കൊമ്പും ചില്ലിയും മരവും കാടും എല്ലാം ഉണ്ട്, അതിൻ്റെ കൂടെ തേങ്ങയുണ്ട്. അങ്ങനെ തേങ്ങ മാത്രം നമ്മൾ കളക്ട് ചെയ്ത്, അപ്പോൾ കുപ്പിയും വേസ്റ്റെല്ലാം പോകുന്നുണ്ട്. കുറച്ച് കുപ്പികൾ എടുത്തിന്, പിന്നെ എടുക്കാൻ നമുക്ക് തോന്നി കാറ്റും മഴയെല്ലാം വന്നിട്ട് പിന്നെ നമ്മളങ്ങനെ ശരിക്കും അധികത അറിയിച്ചിട്ട് ഒന്ന് കടൽ ക്ലീനാക്കാൻ തന്നെ ഉണ്ട്. കുറേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം പുഴയിൽ ഒഴുകിയിട്ട് കടലിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര തേങ്ങ കിട്ടി? ഞങ്ങൾക്ക് ഒരു 300 അടുക്ക തേങ്ങ കിട്ടി. കുറച്ച് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ എടുത്ത് ബാക്കി കുറച്ച് കൊടുത്ത്. നമ്മൾക്ക് ഉപജീവന മാർഗത്തിന് പോകുന്നല്ലേ. അപ്പോൾ നമ്മൾ കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ പണിയില്ല. കണ്ണൂർ ജില്ലയിൽ വളരെ പോക്കാണ്. പിന്നെ നമ്മളിപ്പോൾ ഇന്നലെ കുറച്ച് കൊടുത്ത് നമ്മളെ ഇന്നത്തെ ഒരു ദിവസം ചെലവിൻ്റെ അങ്ങനെ പോയി, അത്രയേ ഉള്ളൂ. മീനൊന്നും കിട്ടിയില്ല? മീനൊന്നും കിട്ടിയില്ല. മീനിപ്പോൾ കുറേ ഇന്ന് പണിക്ക് പോയില്ല. ഇന്നലെ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പണിക്ക് പോയിട്ടില്ല. അങ്ങനെല്ലാം. അപ്പോൾ അതിനുശേഷം പോയവർക്ക് അതിൽ കൂടുതൽ കിട്ടിയോ? നമ്മൾ പറഞ്ഞിട്ട് പോയ ടീം അവർ കുറച്ച് കളക്ട് ചെയ്ത് അതിനായിട്ട് പോകുന്നല്ലേ. അപ്പോൾ അതിനെ കളക്ട് ചെയ്തിട്ട് അങ്ങനെ വന്ന്. അവർക്ക് എത്ര തേങ്ങ? അവർക്ക് ഒരു 800,000-ന്റെ ഇടയിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ആദ്യ അനുഭവമാണോ? സാധാരണ ആദ്യ അനുഭവമാണ്. ഞാൻ കടലിൽ പോകാൻ തുടങ്ങി 10-23 വർഷമായി. ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം എന്നെക്കാട്ടി കൂടുതൽ പ്രായമുള്ള ആൾക്കാരും പറയും ഇത്രപ്പാട് തേങ്ങ ഇതുവരെ അങ്ങനെ കടലിൽ വന്നിട്ടില്ല. ഇത് ഏതെങ്കിലും മലവെള്ളം വരുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒഴുകി വന്നതാവാനാ സാധ്യത. നിങ്ങൾ മൊത്തം എത്ര പേരുണ്ടായിരുന്നു? നമ്മൾ ഒരു 25 പേര് 28 പേരെല്ലാം പോകുന്ന തോണിയാണ്. ഒരു തോണി, അതിൻ്റെ കൂടെ 2 കേരക വെള്ളവും. കേരക വെള്ളത്തിലാണ് ഇത് കളക്ട് ചെയ്തത്. വലിയ തോണിയിൽ നമുക്ക് കൈ എത്തൂലല്ലോ വെള്ളത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അവരാണ് അതിനെ കളക്ട് ചെയ്തത്. ചെറിയ തോണി, നമ്മളെ കൂടെയുള്ള ചെറിയ തോണി. ഏതായാലും ആശ്വാസമായല്ലേ? കുറച്ച് ഒരു ദിവസത്തെ ആശ്വാസം. അതിൽ കൂടുതലൊന്നും സംഭവമില്ല. ഇന്ന് പണിയുണ്ടെങ്കിൽ പോകാൻ നിന്നതാ. പിന്നെ പണി മോശമായിട്ട് പോയിട്ടില്ല. സാധാരണ ഇപ്പോൾ ഒന്നും കിട്ടാതെ തിരിച്ചു വരുന്നായിരുന്നു അല്ലേ? സാധാരണ പണി ഈ ചൂട് കാലാവസ്ഥയിലുണ്ടാകുമ്പോൾ പൊതുവെ ഒരു 10 ദിവസം പോയി ഒരു ദിവസം കിട്ടി. ബാക്കി എല്ലാ ദിവസവും കാലി തന്നെ വരിക. അവര് പ്രതീക്ഷിച്ച മീനാണ്, പക്ഷെ മീൻ കിട്ടിയില്ല. എങ്കിലും തേങ്ങ വെച്ച് അവർക്ക് ചെറിയൊരു ആശ്വാസം എന്നതാണ്. ഏതായാലും ഈ വലിയ മഴയായിരുന്നു. ആ മഴക്കാലത്ത് ഒഴുകി എത്തിയ തേങ്ങയാണ് കടലിലേക്ക് എത്തിയത്. അതാണ് ഇവർക്ക് വലയിൽ കുടുങ്ങി അങ്ങനെ തിരികെ ആവശ്യമായത് അവരെടുത്തു. ബാക്കിയുള്ളത് അവർക്ക് വിറ്റ് അതിനുള്ള പണവും അവർക്ക് കിട്ടിയെന്നതാണ്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമിനോസ്. ഫെലിക്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഫെലിക്സ്, ഹാപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആശ്വാസമുണ്ട്. കാരണം മീനൊന്നും കിട്ടിയിട്ടില്ല. തേങ്ങ ഒരു ദിവസത്തേക്കുള്ള ഒരു ചെലവിനുള്ള വകയൊക്കെ ആയിട്ട് ആ തേങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കടലിൽ പോയിട്ട് എങ്ങനെയാണ് ഈ തേങ്ങ കിട്ടുന്നത് എന്ന് അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ടാകും. പലവിധത്തിലുള്ള സാധ്യതകളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരെന്താണ് ശരിക്കും പറയുന്നത് ഫെലിക്സും കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നാളെ എന്താകുമെന്ന് അറിയില്ല. മീനൊന്നും ഇല്ല എന്നുള്ള വലിയ പരിഭവമൊക്കെ അവർ പറയുന്നുണ്ടല്ലേ? മീൻ ചാകര പ്രതീക്ഷിച്ചു പോയവരാണ് മത്സ്യത്തൊഴിലാളികൾ. പക്ഷെ അവർക്ക് ലഭിച്ചത് തേങ്ങാ ചാകരിയായി എന്നതാണ്. പക്ഷേ അത് അല്പം ആശ്വാസകരമാണ്. കാരണം നമ്മളിപ്പോൾ കണ്ണൂരിൽ ഏതെങ്കിലും ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയാൽ ആ കടക്കാർ പറയും മീനൊന്നുമില്ല മക്കളെ, കാരണം കടലിൽ നിന്ന് മീനൊന്നും കിട്ടാനില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് കടലിൽ പോയാൽ മീൻ കിട്ടാറില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പലപ്പോഴും നിരാശയോടെ തിരികെ വരികയാണ് പതിവ്. പക്ഷേ ഇത്തവണ അവർക്കൊരു ആശ്വാസം എന്ന നിലയ്ക്ക് തേങ്ങ ലഭിച്ചു എന്നാണ്. നമുക്കറിയാം, വലിയ മഴയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കാറ്റും മഴ അനുഭവപ്പെട്ടു. അങ്ങനെ വീണ തേങ്ങയൊക്കെ തന്നെ ഒഴുകി എത്തിപ്പെട്ടത് കടലിലാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അവിടെ ചെന്ന സമയത്ത് മീനൊന്നും കിട്ടാനില്ല, പകരം തേങ്ങയുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ പരമാവധി തേങ്ങ ഈ പറയുന്ന ബൈജു എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളിക്ക് 300 തേങ്ങകളാണ് കിട്ടിയത്. അപ്പോൾ ആ തേങ്ങയോട്ട് അദ്ദേഹം തിരികെ വരികയാണ്. ആ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ പലരുമുണ്ട്. അപ്പോൾ അവരോടും പറഞ്ഞു ഇങ്ങനെ പോയാൽ തേങ്ങ കിട്ടും, മത്സ്യം ഏതായാലും കിട്ടാനില്ല, അപ്പോൾ തേങ്ങയെങ്കിൽ തേങ്ങ. അങ്ങനെ അവരും പോയി 1000-ഓളം തേങ്ങ അവർക്കും കിട്ടിയെന്നതാണ്. പിന്നീട് ഇത് തിരികെ കൊണ്ടുവന്ന് ആവശ്യമുള്ളതൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ളതൊക്കെ അവരെ വിൽക്കുകയാണ് ഉണ്ടായത്. അതിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ പലപ്പോഴും മീൻ കിട്ടാനില്ല. അവര് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു മീനൊന്നും കിട്ടാനില്ല, നിരാശയാണ്. ഒരു സ്ഥലത്ത് നിന്നും മീനൊന്നും ലഭിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ഈ തേങ്ങയെല്ലാം കിട്ടിയത് എന്നുള്ളത്.